കർത്താവിൽ പ്രിയപ്പെട്ട മക്കളെ, ചിൽഡ്രൻ ഓഫ് ഗോഡ് മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ ഏതാനും വർഷങ്ങളായിട്ട് തുടങ്ങി വെച്ച മീറ്റിങ്ങിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് ഈ മീറ്റിംഗ് എന്ന് എനിക്ക് പറയാനൊക്കത്തില്ല. കാര്യം ചിൽഡ്രൻ ഓഫ് ഗോഡ് മിനിസ്ട്രീസിൽ കർത്താവിൻ്റെ വചനങ്ങൾ, കർത്താവിലുള്ള ജീവിതം, രക്ഷാപൂർത്തി, ഇതിലേക്ക് കുറേ അധികം മുന്നോട്ട് പോയിരിക്കുന്നു, കടന്നു പോയിരിക്കുന്നു. പക്ഷെ എങ്കിൽ പോലും അതിനകത്തുള്ള മെമ്പേഴ്സിനും പലപ്പോഴും ഇന്ന് തിരിഞ്ഞൊന്ന് നോക്കുമ്പോൾ ഈ നമ്മൾ ലോകത്തിൽ കേട്ടിട്ടില്ലേ, വളയത്തിൽ കൂടെ ചാടി ചാടി വളയം ഇല്ലാതെ ചാടുന്നു. ഏതാണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് മാറുന്നുണ്ടോ എന്നൊരു സംശയം. അതുകൊണ്ട് എല്ലാവർക്കുമായിട്ടാണ് ഈ മെസ്സേജ് ഇന്നിവിടെ തുടങ്ങുന്നത്, കർത്താവ് തുടങ്ങാൻ അനുവദിക്കുന്നത്. ചിലപ്പോൾ അത് ബേസിക്കായിട്ട് തോന്നിയിരിക്കാം. പക്ഷെ ബേസിക്കായിട്ടുള്ളതിനെ മനുഷ്യൻ മുറുകെ പിടിക്കാതെ ആ ബേസിക്കായിട്ടുള്ളതിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ ഇനിയും ജ്ഞാനത്തിൻ്റെ വചനങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ഡെപ്തിൽ പോകുന്ന അവസ്ഥ, അതിലേക്കൊന്നൊരു കാഴ്ചപ്പാട് വരുമ്പോൾ പലപ്പോഴും ഈ ഫൗണ്ടേഷൻ ശരിയായിട്ട് ഉറക്കായിക കൊണ്ട് അത് തെന്നി ഏതോ സൈഡിലേക്ക് പോകുന്ന ഒരനുഭവം പലരിലും കണ്ടുവരുന്നു. അത് പറ്റില്ല. അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നത്, വല്ലപ്പോഴുമെങ്കിലും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അത്യന്തം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുക ആവശ്യമായിരിക്കുന്നു. ഇന്നിപ്പോൾ ഈ മീറ്റിംഗ് നടക്കുമ്പോൾ മുന്നമേ പറയട്ടെ, പലപ്പോഴും വചനങ്ങൾ എടുത്ത് വായിക്കുന്ന അത് സമയം പോകുന്ന കാര്യമാണ്. നമുക്ക് എത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് 3/4 മണിക്കൂർ കൊണ്ട് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കണം. അതാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ആ മീറ്റിങ്ങിൻ്റെ ഇൻ്റർവെൽ വേണമെങ്കിൽ പിന്നീട് കർത്താവ് പറഞ്ഞാൽ കൂട്ടാവുന്ന, ഒരാഴ്ചയിൽ 1 ഒരാഴ്ചയിൽ 2 ഒക്കെ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ കർത്താവ് പറഞ്ഞാൽ കൂട്ടാം. പക്ഷേ ഓരോ മീറ്റിങ്ങിനും സമയം പരിമിതിപ്പെടുത്തിയിട്ടുണ്ട് കർത്താവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ വചനങ്ങൾ എടുത്ത് വായിക്കുക, അത് സമയം പോകുന്ന കാര്യമായതുകൊണ്ട് അതിലേക്ക് അധികം പോകുന്നില്ല. എന്നാലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് പോവും. ഓക്കെ, ക്രിസ്തീയ ജീവിതത്തെപ്പറ്റി അഥവാ ക്രിസ്തുവിനെ പറ്റി എന്താ ധരിച്ചു വച്ചിരിക്കുന്നത്? ഇതാണ് ആദ്യത്തെ ചോദ്യം ഇന്നത്തെ. ക്രിസ്തുവിനെ പറ്റി അഥവാ ക്രിസ്തീയ ജീവിതത്തെ പറ്റിയിട്ട് ഒരു വ്യക്തി എന്താ ധരിച്ചു വച്ചിരിക്കുന്നത്? ക്രിസ്തുവിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ എന്തിനാ ക്രിസ്തുവിലേക്ക് കടന്നു വരുന്നത്? നിങ്ങളെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്തിനാ ക്രിസ്തുവിലേക്ക് കടന്നു വരുന്നത്? എന്ത് കണ്ടോണ്ടാ? എന്തിനു വേണ്ടിയിട്ടാ? ഈ ഒരു ചോദ്യം നമ്മളോട് തന്നെ നിരന്തരം ചോദിക്കേണ്ടതായിട്ട് വരുന്നു. കാര്യം, ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ ലോകത്തിലോട്ടുള്ള ഒരു ഒഴുക്കെന്ന് പറഞ്ഞാൽ അത് ശരിക്കും കുത്തൊഴുക്കാം. ചെറിയ ഒഴുക്കല്ല, കുത്തൊഴുക്ക. സാത്താനെ പറ്റിയിട്ട് പറയുന്നത്, അവൻ ആരെ വിഴുങ്ങേണ്ടു എന്നറിയാതെ അവൻ അലറിക്കൊണ്ട് നടക്കുന്ന സിംഹം പോലെ അവൻ നടക്കുന്നു എന്നാണ് പറയുന്നത്. ആരെ വിഴുങ്ങണം. ഇത് നമ്മൾ തിരിച്ചറിയണം. അപ്പം ശത്രുവിൻ്റെ തന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു നിസ്സാര വാക്ക് പോലെ അങ്ങ് പോകുന്നു. തന്ത്രങ്ങൾ അങ്ങനെയല്ല, അതെന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടാണ് ആദ്യമേ ചോദിക്കുന്നത്, ക്രിസ്തു എന്നാൽ എന്താ? ക്രിസ്തു എന്തിനാ വന്നത്? ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് എന്താ? ഇത് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മളുടെ മുന്നോട്ടുള്ള പോക്കുകളെല്ലാം പാളിപ്പോകും. പിന്നെ നമ്മൾ പോകുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അവനിഷ്ടമുള്ളതുപോലെ, അവനെന്ന് പറഞ്ഞാൽ സാത്താൻ, ഈ ലോകത്തിൻ്റെ പ്രഭു, അതായത് നമ്മുടെ ജഡം, അവനിഷ്ടമുള്ളതുപോലെ നമ്മളെ വലിച്ചുകൊണ്ട് പോകും ഇഷ്ടമുള്ള ദിക്കിലേക്ക്. ക്രിസ്തു അഥവാ ക്രിസ്തീയത എന്തിനാ?
ഓരോരുത്തരോടും ചോദിച്ചാൽ പറയും, പല കാര്യങ്ങൾ പറയും, പലത് പറയും. ക്രിസ്തു യേശു എൻ്റെ ജീവനാ മറ്റേ ഇത് ഒരുപാട് കേട്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ പറഞ്ഞു പോകുന്നത്. ക്രിസ്തു അഥവാ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന ജീവിതം ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവം എന്ത് കാര്യത്തിനായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചോ അതിൻ്റെ കൂട്ടത്തിൽ ആരായിട്ട് സൃഷ്ടിച്ചോ, ആരായിട്ട് സൃഷ്ടിച്ചേ? മകനായിട്ടാണ് സൃഷ്ടിച്ചേ, ദാസനായിട്ടല്ല സൃഷ്ടിച്ചേ. ശുശ്രൂഷ ചെയ്യുന്ന അനേകം ആൾക്കാർ കർത്താവിൻ്റെ ദാസൻ എന്ന് പറയുമ്പോൾ അത് ഒരു സൈഡ് മാത്രമേ അത് ശരിയായിട്ട് വരുന്നുള്ളൂ. പക്ഷെ ആ ദാസൻ പോലും മകനായില്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ട് വരും, ജീവിതം ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പം നമ്മളുടെ കാഴ്ചപ്പാടാണ് പ്രധാനം. എന്തിനായിട്ട് സൃഷ്ടിച്ചു ദൈവം? ദൈവം മകനായിട്ട് സൃഷ്ടിച്ചു, ദൈവം മകളായിട്ട് സൃഷ്ടിച്ചു. ആ സൃഷ്ടി യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മകനും മകളുമായി തീർന്ന് ആ വ്യക്തി, ആ സൃഷ്ടി നേരെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരണം. ദൈവം വിചാരിക്കുന്ന പൊസിഷനിലായിത്തീരണം. വളർത്തി ഞാൻ ഉൽപ്പത്തിയുടെ ആ പാപം ചെയ്തതിൻ്റെ ഭാഗം ഒന്ന് വിട്ടായിപ്പം സംസാരിച്ചത് തിരിച്ചെത്തിച്ചേരണം എന്ന് പറഞ്ഞത്. എങ്ങനെ നഷ്ടപ്പെട്ടു മനുഷ്യൻ? ദൈവത്തിന് എങ്ങനെ സ്വന്തം മക്കളെ നഷ്ടപ്പെട്ടു അറിയാമോ? അതിനു മുമ്പ് ഞാൻ ഇതും കൂടി ഒന്ന് പറഞ്ഞു വെച്ചോട്ടെ. അപ്പം നമ്മളുടെ ജീവിതം എങ്ങനെയായിത്തീരണം? നമ്മളുടെ ജീവിതം പിതാവിനോടൊത്ത് സ്വർഗത്തിലായിത്തീരണം. അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. സ്വർഗത്തിൽ പിതാവിൻ്റെ അടുത്ത് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ പിതാവ് ഉദ്ദേശിക്കുന്ന വഴിയിൽ കൂടി മാത്രമേ അതിന് പോകാനൊക്കെ ഉള്ളൂ. തെറ്റിപ്പിരിഞ്ഞ മക്കള്, ദൈവവുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ മക്കളാണ് നമ്മളെല്ലാവരും. അപ്പം ദൈവം ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ മാത്രമേ ദൈവത്തിൻ്റെ അടുത്ത് എത്തത്തുള്ളൂ. വേറൊരു വഴിയില്ല. നമുക്ക് പലർക്കും പല പല വഴികളാണ്. അല്ല, ദൈവം ഉദ്ദേശിക്കുന്ന ഒരേ ഒരു വഴിയിൽ കൂടി മാത്രമേ ദൈവത്തിൻ്റെ അടുത്ത സന്നിധിയിൽ എത്തത്തുള്ളൂ. അത് യേശു കർത്താവ് തിരിച്ചു വരുമ്പോൾ ആ യേശുവിനോട് ചേർന്ന് നേരെ സ്വർഗത്തിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ വഴി മാത്രമേ ഉള്ളൂ മനുഷ്യന്. എന്താ ഇനി ദൈവത്തിൻ്റെ വഴി? അതാണ് ക്രിസ്തീയ വഴി. ഇവിടെ നമ്മുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് വേറൊരു കാര്യത്തിനല്ല. നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്താ നമ്മളുടെ ഈ ജീവിതത്തിൽ ചിലർക്ക് ഇതൊരു മതം മാറ്റം. അത് പോട്ടെ, അത് ഒട്ടും വിവരമില്ലാത്ത ആൾക്കാർ പറയുന്നെന്നുള്ളതേ ഉള്ളൂ. മതം മാറ്റം ഒരു രക്ഷയില്ല. മതം മാറിയതുകൊണ്ട് എന്ത് രക്ഷയാണ്? പിശാചിന് മാത്രമേ എന്തെങ്കിലും കാര്യസാധ്യം ഉള്ളതുകൊണ്ട്, മതം മാറ്റം കൊണ്ട്. ദൈവത്തിനൊരു കാര്യസാധ്യവും ഇല്ല മതം മാറിയതുകൊണ്ട്. അതുകൊണ്ട് മതം മാറ്റമല്ല, നമ്മളുടെ മനസ്സിൻ്റെ മാറ്റമാണ്. അതാണ് നമ്മളെ ക്രിസ്തീയതയിലോട്ട് നയിക്കുന്നത്. അപ്പം നമ്മൾ എന്തിനാണ് സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരാനാണെങ്കിൽ പിതാവ് പറയുന്ന, പിതാവ് കാണിച്ചു തരുന്ന, പിതാവിൻ്റെ ആത്മാവ് കൊണ്ട് നടക്കുന്ന ആ വഴിയിലൂടെ മാത്രമേ നമുക്ക് പോകാനൊക്കെ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊക്കെ ക്രിസ്തീയതയെന്നും പറഞ്ഞ് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് കയറി വരുന്നതിൻ്റെ ഉദ്ദേശം എന്താ? എന്താ ഉദ്ദേശം? ജീവിതത്തിലെ ഉദ്ദേശം എന്താ? രോഗസൗഖ്യത്തിനാണോ? കൊള്ളാം കേട്ടോ. കൂടുതലും ആൾക്കാർ അവനവൻ്റെ സുഖജീവിതത്തിനും അവനവൻ്റെ മക്കളെയാണ് ഒരുപാട് പേര് നോക്കുന്നത്. വിവാഹം നന്നായിട്ട് നടക്കണം, അവന് വിദ്യാഭ്യാസത്തിൽ ഒരു വലിയ ഉയർച്ച ഉണ്ടാവണം. ഇതൊക്കെയാണ് ധാരണകൾ. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലെ ആ വചനം നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾ ഹൃദയത്തിൽ അത് ഏറ്റെടുത്തിട്ടില്ലേ? അതെങ്ങനെയാണ് ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നത്? വചനങ്ങൾ കേൾക്കുന്നു. ഈ വചനങ്ങൾ കേൾക്കുന്നത് ചന്ദ്രനിലേക്ക് വിക്ഷേപിച്ച ഒരു ഉപഗ്രഹം
ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ കൂടെ കിടന്ന് കറങ്ങുന്നതല്ലാതെ ചന്ദ്രനിലേക്ക് ഇറങ്ങുന്നില്ല എങ്കിൽ ഈ വിക്ഷേപിച്ച ഉപഗ്രഹം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരുപാട് മക്കളുടെ ഉപരിതലങ്ങളിൽ, മനസ്സിൻ്റെ ഉപരിതലങ്ങളിൽ കിടന്ന് കറങ്ങുക വചനങ്ങൾ. പലരും പാതിരാത്രിക്ക് ഒന്ന് വിളിച്ച് ഉണർത്തിയിട്ട് ഏതെങ്കിലും ഒരു വചനം ചോദിച്ച് കൂളായിട്ട് പറയും യോഹന്നാൻ 12:20, അല്ലെങ്കിൽ ഏശയ്യാ പ്രവചനം 53:12. എന്തൊരു തറവാ അവർക്ക് വചനങ്ങളെന്നറിയാവൂ. അല്ലെങ്കിൽ തിരിച്ച് വചനം പറഞ്ഞിട്ട് എവിടാന്ന് ചോദിച്ചേ കറക്റ്റായിട്ട് പറയും. അത്രമാത്രം പാണ്ഡിത്യമാണ് അവർക്ക് വചനങ്ങൾക്കകത്ത്. ഈ പാണ്ഡിത്യമുള്ള ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ടോ ഈ വചനങ്ങൾ ഇവരുടെ ഉപരിതലത്തിൽ കിടന്ന് കറങ്ങുന്നതല്ലാതെ ഇത് ഇവരിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് ഇല്ല എന്നുള്ള വസ്തുത സത്യം. സഹോദരങ്ങളെ, വചനങ്ങൾ ഹൃദയത്തിനകത്ത് ഇറങ്ങിയില്ലെങ്കിൽ അത് ഫലം കാണത്തില്ല. അവിടെ ഒരു സൃഷ്ടിയും നടക്കത്തില്ല, മനുഷ്യൻ പുതുക്കപ്പെടത്തില്ല. അപ്പം വചനങ്ങൾ അകത്തിറങ്ങിയാൽ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ് ഒരു സ്ത്രീയിൽ ഒരു കുഞ്ഞിനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആദ്യത്തെ അവസ്ഥ. പുരുഷനിൽ നിന്ന് അനേകം ബീജങ്ങൾ പുറപ്പെടും. സ്ത്രീയുടെ ഉള്ളിൽ ഒരു അണ്ടമുണ്ടാകും. ഈ ബീജങ്ങൾ ഓട്ടമാണ്. ഓടി ആ അണ്ടവുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു സൃഷ്ടി ഉള്ളിൽ നടക്കുകയാണ്, പുറത്തല്ല. ഗർഭപാത്രത്തിന് പുറത്തല്ല സൃഷ്ടി നടക്കുന്നത്, അകത്താ സൃഷ്ടി നടക്കുന്നത്. അവിടെ സൃഷ്ടി നടക്കുക. ബാക്കി വരുന്ന ബീജങ്ങളെല്ലാം എങ്ങോ പോയി മറയും, എങ്ങോ പോയി നശിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ ദൈവവചനം ഉള്ളിൽ പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യവും നടക്കത്തില്ല. നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യവും. പലരും വചനം കേട്ട് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നടക്കുക. ഉള്ളിലിറങ്ങിയാൽ അത് ക്രിയ ചെയ്തിരിക്കും, അവിടെ സൃഷ്ടി സംഭവിച്ചിരിക്കും. എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? വചനത്തിൻ്റെ ജ്ഞാനം കൊണ്ട് മാത്രം, കുറച്ചു മുമ്പ് പറഞ്ഞു, വചനത്തിൻ്റെ ജ്ഞാനം കൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് ഒരു രൂപാന്തരവും ഉണ്ടാകത്തില്ല. കാണാതെ പറഞ്ഞത് കൊണ്ടുണ്ടാകത്തില്ല. ഡെപ്ത്, ഒരുപാട് ആൾക്കാർ ജ്ഞാനത്തിൻ്റെ ഡെപ്ത് അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകം നോക്കിയാൽ അറിയാം എവിടെ നിന്ന് വരുന്നു എന്നത്. വിലക്കപ്പെട്ട കനിയിലേക്ക് ഹൗവ നോക്കിക്കഴിഞ്ഞപ്പോൾ, പിശാചിനാൽ ആകർഷിക്കപ്പെട്ട് ആ കനിയിലേക്ക് നോക്കിയപ്പോൾ എന്താ അവൾ കണ്ടത്? അത് ജ്ഞാനം കാണാൻ ഭംഗിയുള്ളത്, തിന്നാനും നല്ലത്, ജ്ഞാനം പ്രാപിപ്പാൻ ഉത്തമം. കണ്ടോ? ഈ ജ്ഞാനത്തിൻ്റെ പുറകെ നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഡെപ്ത് പറയുന്നതിൽ കുഴപ്പമില്ല, ഡെപ്ത് വേണം, ജ്ഞാനം വേണം, ഒക്കെ വേണം. പക്ഷേ ഇതൊരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാതെ ഉപരിതലത്തിൽ കിടന്ന് കറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചറിയാം നമുക്ക്? ഫലം പുറപ്പെടുവിക്കുന്നു. ഫലം കണ്ടുകൊണ്ട് വൃക്ഷത്തെ അറിയാം. അല്ലാതെ ജ്ഞാനം കൊണ്ട് മാത്രം ഒരു കാര്യവുമില്ല. ഇവിടെയാണ് ക്രിസ്തു പറയുന്നതിൻ്റെ പ്രസക്തി. കർത്താവിൻ്റെ ആ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ നിക്കോദേമോസ്, നമുക്കെല്ലാവരും അറിയാവുന്ന, എല്ലാം കേട്ട കഥയാണ്, സംഭവമാണ്. വരുന്നു. അവൻ ആരായിരുന്നു? വലിയ പ്രമാണിയായിരുന്നു. യഹൂദന്മാരെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാണ്ഡിത്യമുള്ള ഒരു ടീച്ചറായിരുന്നു. അവൻ കടന്നു വന്നിട്ട് സംസാരിക്കുമ്പോൾ യേശു പറയുന്നത് വേറൊന്നുമല്ല, സ്ട്രെയിറ്റ് ഓൺ ദ ഫേസ് യേശു പറയാ, നിക്കോദേമോസേ, വീണ്ടും ജനിച്ചില്ലെങ്കിൽ നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല. ആർക്കും, നിനക്കെന്നല്ല, അവൻ്റെ മുഖത്ത് നോക്കി പറയാ, എല്ലാവർക്കും ബാധകമാണ്. വീണ്ടും ജനിക്കാതെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കത്തില്ല. തുടർന്ന് നിക്കോദേമോസുമായിട്ടുള്ള സംഭാഷണ മധ്യേ യേശു പറയും, ഞാനീ പറയുന്ന ഒന്നും നിനക്ക്, നീ അവിടുത്തെ വലിയ പഠിപ്പീരുകാരനാണല്ലോ, ജ്ഞാനിയാണല്ലോ, എന്നിട്ട് നിനക്കിതൊന്നും അറിയത്തില്ലേ? കണ്ടോ? ജ്ഞാനവും ഡെപ്ത് ഒരു സൈഡിൽ കിടക്കുന്നു, വീണ്ടും ജനനം എന്ന് പറയുന്ന പ്രധാനമായിട്ടുള്ള സംഗതി വേറൊരിടത്ത് കിടക്കുന്നു. കർത്താവ് പറഞ്ഞു, വീണ്ടും ജനിക്കാതെ ഒരുത്തന് ദൈവരാജ്യം കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. കാണാനാ, പ്രവേശിക്കാനല്ല, കാണാൻ.
അറിയാൻ ഇതെന്തുവായി സംഗതി എന്ന് കാണാൻ പറ്റത്തില്ല വീണ്ടും ജനിച്ചില്ലെങ്കിൽ. അപ്പോൾ വീണ്ടും ജനിച്ചില്ലെങ്കിൽ പിന്നെ കാണാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ എന്താ ഈ വീണ്ടും ജനനമെന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കണ്ടേ? എന്താ ഈ വീണ്ടും ജനനം? വീണ്ടും ജനനം എന്ന് പറയുന്നത് ജനനം മാത്രം എടുക്കുക, ഒരു കുഞ്ഞിൻ്റെ ജനനം. ആ ജനനമെന്ന് പറയുന്നത് ഒരു വളരെ ഫ്രഷായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട്, ഒരു എൻറ്റിറ്റി ആയിട്ട് ഭൂമിയിലേക്ക് കടന്നു വരിക. അതിൻ്റെ ഉള്ളമെല്ലാം ക്ലീനാണ്. മുജ്ജന്മബന്ധങ്ങൾ മറ്റേത് മറിച്ചത് ഒക്കെ അവിടെ നിൽക്കട്ടെ, അതിൻ്റെ ഉള്ളം ക്ലീനാണ്. അത് പിറന്നു വീഴുമ്പോൾ അതിനാദ്യം വിശക്കുമ്പോൾ കരയാനും വിശപ്പ് മാറി വയറ് നിറയുമ്പോൾ ചിരിക്കാനും മാത്രമേ ആ കുഞ്ഞിന് അറിയത്തുള്ളൂ. ഇനി ആ കുഞ്ഞ് വളർന്ന് 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 ഒരു 20 വയസ്സായെന്നിരിക്കട്ടെ. 20 വയസ്സാകുമ്പോൾ ആ കുഞ്ഞിൻ്റെ ഉള്ളം എങ്ങനെ ഇരിക്കും? അതിനൊത്തിരി കാര്യങ്ങൾ അറിയാം, ഒത്തിരി കാര്യങ്ങളുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങളുടെ ഭവിഷ്യത്തുകൾ മനസ്സിലാവും ചെയ്താൽ. ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം അത് ജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കുക. ഏത് ജ്ഞാനമാ? ഏത് ജ്ഞാനമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജ്ഞാനം അതുവരെ അവനെ പഠിപ്പിച്ച ജ്ഞാനം, അവൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു കൊടുത്ത ജ്ഞാനം. 2, അവൻ്റെ നാട്ടിൽ നിന്ന് കിട്ടിയ ജ്ഞാനം. 3, അവൻ്റെ ചാർച്ചക്കാരിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്ന് കിട്ടിയ ജ്ഞാനം. ഈ 3 ജ്ഞാനങ്ങളും കൂടിയാണ് ഈ 20 വയസ്സുകാരനെ അവനാക്കി മാറ്റിയിരിക്കുന്നത്. അവൻ അതിനനുസരിച്ച് ചിന്തിക്കൂ, അതിനനുസരിച്ച് പ്രവർത്തിക്കൂ, അതിനനുസരിച്ചുള്ള കാഴ്ചപ്പാടാവനുള്ളത്. ശരിയല്ലേ? ആലോചിച്ച് നോക്കി. ഈ വ്യക്തി വീണ്ടും ജനിക്കാതെ ദൈവരാജ്യം കാണാൻ പറ്റത്തില്ലെന്നാണ് കർത്താവ് പറഞ്ഞത്. ഈ വ്യക്തി വീണ്ടും ജനിക്കാതെ ദൈവരാജ്യം കാണാൻ പറ്റത്തില്ലെന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പം വീണ്ടും ജനിക്കുക എന്ന് വെച്ചാൽ എന്തോന്നാ? ജനിച്ച് കഴിയുമ്പോൾ എങ്ങനെ ഇരുന്നു എന്ന് നമ്മൾ കണ്ടു ആ വ്യക്തിയെ പറ്റിയിട്ട്. ജനിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഒന്നുമില്ല, വിശക്കുന്നു, കരയുന്നു, വയറ് നിറയുന്നു, ചിരിക്കുന്നു, പതുക്കെ പതുക്കെ അമ്മയുടെ മുഖത്ത് നോക്കുന്നു, പാല് തരുന്ന ആളിനെ മനസ്സിലാക്കുന്നു. കുറച്ചുകൂടെ കഴിയുമ്പോൾ അമ്മയാണെന്നോ ആരോ എന്തോ കൂടുതൽ അടുത്ത ആളാണെന്നോ ഉള്ള ഒരു ബോധ്യം വരുന്നു. ഇത്തിരി കഴിയുമ്പോൾ അപ്പനെ കാണുന്നു. നോക്കിക്കേ, അത് പിച്ച വെച്ച് വളരുന്നത് നോക്കിക്കേ. അപ്പം ആ വളർച്ചയ്ക്ക് മുമ്പുള്ള കരയുകയും ചിരിക്കുകയും മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറുക എന്നുള്ളതാണ് വീണ്ടും ജനിക്കുക എന്ന് കർത്താവ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ വീണ്ടും ജനനം പ്രാപിക്കാത്ത ഒരൊറ്റ വ്യക്തിക്കും ദൈവരാജ്യം എന്താണെന്ന് കാണാൻ പറ്റത്തില്ല. അവൻ ഇവിടുത്തെ കാഴ്ചപ്പാടില്ല സകല കാര്യങ്ങളും കാണുന്നത്. എല്ലാം ഇവിടുത്തെ കാഴ്ചപ്പാട്. സഹോദരങ്ങളെ, രക്ഷയില്ല, ഒരു നിവൃത്തിയില്ല, കാണാനൊക്കത്തില്ല. നിന്റെ പോക്ക് നിന്റെ കാഴ്ചപ്പാട് മാറിയിരിക്കും, വല്ലയിടത്തോട്ടുമൊക്കെ ആയിരിക്കും. ഒരു കൊച്ചുദാഹരണം വചനത്തിൽ നിന്ന് എടുത്തു പറയാം. അതായത് ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 17-ാമത്തെ അധ്യായം, 19 ആ 19-ാമത്തെ അധ്യായത്തിൽ നമ്മളെപ്പോഴും കേട്ട് പരിചയം ഉള്ള ഒരു കുറച്ച് പ്രസക്ത ഭാഗങ്ങൾ ഞാൻ തന്നെ ഒന്ന് വായിക്കാം. അവൻ 1-ാമത്തെ വാക്യം, അവൻ യെരീഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായി സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവൻ ആകൊണ്ട് പുരുഷാരം നിമിത്തം കഴിഞ്ഞില്ല. നമ്മൾ എത്രയൊക്കെ പ്രാവശ്യം എവിടെയൊക്കെ കേട്ടിപ്പോൾ ഇത് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ പലരും സക്കായി അങ്ങ് മാറില്ലേ പ്ലീസ്, ഇതിവിടെ കേട്ടേച്ച് മാറണേ. യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാനായിട്ട് ശ്രമിച്ചു. മനസ്സിലായോ? യേശു എങ്ങനെയുള്ളവൻ, യേശു ആരാ, എന്താ എന്നൊന്ന് കാണാനായിട്ട് ശ്രമിച്ചിട്ട് അവൻ
അടുത്ത് പറയുന്ന വാക്യം എന്താണെന്നറിയാമോ? വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാരം നിമിത്തം കഴിഞ്ഞില്ല. ഇത് 1-ാം ക്ലാസ്സിലും പഠിപ്പിക്കുന്ന പാഠമാണ്, IAS-നും പഠിപ്പിക്കുന്ന പാഠമാണ്. എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, ഞാൻ ഉദ്ദേശിച്ച അർത്ഥം മനസ്സിലാക്കുക. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പാഠം നമ്മളിപ്പോഴും കേൾക്കുന്ന, ചക്കായി കുറിയവനായിരുന്നു, അവൻ ഓടി മരത്തെ കയറി, ഇതൊക്കെ നമ്മൾ കേൾക്കുന്ന. പക്ഷെ കുറച്ചുകൂടെ മുതിർന്ന ഒരു ക്ലാസ്സിൽ 10-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കാമോ? അവൻ വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. വളർച്ച എന്ത് വളർച്ചയാ? ആത്മീയ വളർച്ച. 10-ാം ക്ലാസ്സിലെ പാഠമാണേ, 1-ാം ക്ലാസ്സിലെ അല്ലേ ഇത്. വളർച്ചയിൽ, അവൻ്റെ ആത്മീയ വളർച്ചയിൽ കുറിയവനായതുകൊണ്ട്, ചൊവ്വേ നേരെ വളർന്നിട്ടില്ലാത്തത് കൊണ്ട് അവന് പുരുഷാരം നിമിത്തം, എന്ത് മനോഹരമായിട്ടുള്ളൊരു വചനമാണെന്നറിയാവോ? പുരുഷാരം നിമിത്തം യേശുവിനെ കാണാൻ കഴിഞ്ഞില്ല. ഇന്നും അനേകർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമായി പറയുന്നേ. പുരുഷാരം, ശുശ്രൂഷകർ, എന്തും വേണ്ടി ശുശ്രൂഷകരാ. ഏതെല്ലാം വിധത്തിലാ യേശുവിനെ, അവൻ നിന്നെ വാലല്ല തലയാക്കും. വാഗ്ദാനങ്ങളങ്ങ് വിളമ്പുകയല്ലേ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്താ? അത് കർത്താവിനും അതുപോലെ കർത്താവിൻ്റെ മനസ്സുള്ളവർക്കേ മനസ്സിലാവത്തുള്ളൂ. 90% കൂടുതൽ കള്ളപ്രവാചകന്മാരാണ്, യാതൊരു സംശയവും ഇല്ല. 90% കൂടുതൽ. സ്തോത്രം. അപ്പോൾ നാമൻ നിനക്ക് രോഗസൗഖ്യം, നാമൻ പുരുഷാരമാണ്. ചുറ്റുന്ന് നീ കേൾക്കേണ്ട കടന്നു വരുന്ന ഒരു മനുഷ്യൻ, ആദ്യമായിട്ട് കർത്താവിനെ ജസ്റ്റ് ഒന്നറിഞ്ഞ് കടന്നു വരുന്ന മനുഷ്യൻ അങ്കലാപ്പോടെ നിൽക്കുക. ഇതിലേതാ കേൾക്കണ്ടേ, എന്തുവാ കേൾക്കണ്ടേ, എങ്ങനെയാ കേൾക്കണ്ടേ, അറിയത്തില്ല. കാരണം അവൻ വളർച്ചയിൽ കുറിയവനാ. അവൻ വളർന്നിട്ടില്ല വചനത്തിൽ, അവൻ അറിഞ്ഞിട്ടില്ല എന്താ ചെയ്യേണ്ടത്, ഇതൊന്നും അവൻ അറിയത്തില്ല. അതുകൊണ്ട് വളർച്ചയിൽ കുറിയവൻ ആയത് കൊണ്ട് പുരുഷാരം നിമിത്തം യേശുവിനെ, അതൊന്ന് റീകൺസ്ട്രക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ക്ലിയർ ആവും. അവൻ, ആ 3-ാമത്തെ വാക്യം ഒന്ന് നോക്കുക, ബൈബിൾ കയ്യിലുള്ളവർ, അല്ലെങ്കിൽ പിന്നീട് നോക്കുക. അവൻ വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാരം നിമിത്തം യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണാൻ ശ്രമിച്ചിട്ട്. കണ്ടോ, ഇമ്മാരുടെ എല്ലാം ഇതൊക്കെ കിടന്ന് അവനെ അങ്ങ് അസ്വസ്ഥപ്പെടുത്തുന്നു. അവന് വളർച്ചയായിട്ടുമില്ല, ഒന്നും അറിഞ്ഞുകൂടാ. എന്നാൽ യേശു എങ്ങനെയുള്ളവനെന്നൊന്ന് അറിയണമല്ലോ. അറിയാനായിട്ട് അവൻ എന്ത് ചെയ്യുന്നറിയാമോ? എന്നാറേ അവൻ മുമ്പോട്ട് ഓടി. അവൻ മുമ്പോട്ട് ഓടി. കാരണം അവൻ യേശുവിനെ കാണണം, ക്രിസ്തീയത എന്താണെന്ന് അറിയണം. അത് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്, അവന് ക്രിസ്തീയതയല്ല, ക്രിസ്തുവിനെ കാണണം. ക്രിസ്തുവിനെ കണ്ടിട്ടാണ് ക്രിസ്തീയത അറിയുന്നത്, അല്ലാതെ ക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പല്ല വചനം സ്വീകരിക്കുന്നത്, കേൾക്കുന്നത്. ഒന്നും മനസ്സിലാവത്തില്ല. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അവൻ മുന്നോട്ടോടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി യേശു ആ വഴി വരികയായിരുന്നു. എന്തോത്തിലേ അവൻ കയറിയേ? കാട്ടത്തി. എന്തോന്നാ ഈ കാട്ടത്തി? ആ വാക്കൊന്ന് പിരിച്ചെഴുതാമോ? കാട്ട് അത്തി, നാട്ട് അത്തി. അതിന് നാട്ടത്തി എന്ന് പറയാറില്ല, അത്തി എന്നേ പറയാറുള്ളൂ. പക്ഷെ കാട്ട് അത്തിക്കാണ് കാട്ടത്തി എന്ന് പറയുന്നത്. അവൻ ചാടി വലിഞ്ഞ് കയറിയത് കാട്ടത്തിയേലാണ്. ഈ അത്തിമരത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഉൽപ്പത്തി പുസ്തകം മുതൽ, അതായത് പർദീസെ ഏദൻ തോട്ടം മുതൽ ഉള്ള ഒരു വൃക്ഷമാണ് ഈ അത്തിവൃക്ഷം. അറിയാമല്ലോ, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ആദമും ഹവ്വയും പാപം ചെയ്ത് കഴിഞ്ഞിട്ട് ആദമും ഹവ്വയും ഓടി ഒളിച്ചത് എങ്ങോട്ടാ? അത്തിയുടെ മറവിലേക്ക്. അത്തി വൃക്ഷത്തിൻ്റെ തോലെ അതൊക്കെ പറയുന്നുണ്ട്. അത്തിവൃക്ഷം അത് ഒറിജിനൽ അത്തിവൃക്ഷമാണ്. അത് കഴിഞ്ഞിട്ട് യേശുവിൻ്റെ കാലഘട്ടത്തിൽ കാണുന്നു അത്തിമരം, അത്തിപ്പഴം തിന്നുന്നത്. ഇതൊക്കെ
വലിയ കാര്യങ്ങളാണ്, വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു മരമാണ് അത്തി, അതിലെ ഫലം. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ പാവം സക്കേവൂസ് ഈ ധൃതി പിടിച്ച് കയറുന്നത് ഏതിൻ്റെ പുറത്താണെന്നറിയാമോ? അത്തി. അത്തിയിലുള്ള ഫലമാണോ നാട്ടത്തിയിലുണ്ടാവുന്നത്, അല്ലെങ്കിൽ യഥാർത്ഥ അത്തിയിലുണ്ടാവുന്നത്? പക്ഷെ ഇതൊന്നും നോക്കുന്നില്ല, നേരെ ചാടി അതിൻ്റെ പുറത്ത് കയറി, അതിൻ്റെ മുകളിൽ കയറി, പുറത്തൊന്നല്ല അതിൻ്റെ മുകളിൽ കയറി. ഓക്കെ. എന്നിട്ട് യേശു ആ വഴി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി കർത്താവ്. എന്നിട്ട് കർത്താവ് പറയുന്നത് എന്താ? സക്കായിയെ, വേഗമിറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്നവനോട് പറഞ്ഞു. എന്താ ഈ വേഗം ഇറങ്ങി വരാൻ? എനിക്കൊട്ടും സമയമില്ല, പല സ്ഥലങ്ങളിലൊക്കെ പോകണം, അതുകൊണ്ട് നീ പെട്ടെന്ന് ഇറങ്ങി വാ, അങ്ങനെയാണോ പറഞ്ഞേ? അതായിരുന്നു ഉദ്ദേശം? അല്ല. യേശു പറഞ്ഞത്, ഈ അത്തിമേൽ നീ അധിക സമയം ഇരിക്കുന്നത് നിനക്ക് നല്ലതല്ല, അതുകൊണ്ട് വേഗം അതേന്ന് ഇറങ്ങാൻ. അതാ യേശു പറഞ്ഞത്, നീ വേഗം അതേന്ന് ഇറങ്ങ്. തൊട്ടടുത്ത് കാണുന്നത്, അവൻ ബന്ധപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. ഇതിനെ തുടർന്ന് ബാക്കി കുറേ പറയാനുണ്ട്, പക്ഷെ സമയത്തിൻ്റെ പരിമിതി മൂലം ഞാനത് പറയുന്നില്ല. ഇവിടെ അറിയേണ്ടത് ഇത് മാത്രം, കർത്താവ് ഉദ്ദേശിക്കുന്നത്. അത്തി എന്ന് പറയുന്നത് ഈ ലോകവും ലോകപ്രകാരമുള്ളതുമാണ്. അതിൽ കയറിയിരുന്നുകൊണ്ട്, അതിലേക്കുള്ള കാഴ്ചപ്പാടിൽ അവിടെ മനസ്സ് വെച്ചുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിനെ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, കർത്താവ് പറയുക, വേഗം, നീ വളർച്ചയിൽ കുറിയവനായതുകൊണ്ടാണ് നീ ചാടിക്കയറി അതേ കയറി ഇരിക്കുന്നത്, നീ വേഗം ഇറങ്ങി വാ. ലോകവും ലോകപ്രകാരമുള്ള ചിന്തകളിലൂടെ യേശുവിനെ കാണാൻ ശ്രമിച്ചാൽ, യേശു ഈ ലോകത്തിൽ വന്നത് രോഗസൗഖ്യം തരാനാണെന്ന് തോന്നും. രോഗസൗഖ്യം തന്നിട്ടില്ലേ? ഉണ്ട്. അതിനെ മാറ്റി നിർത്തിക്കൊണ്ടല്ല പറയുന്നത്. നമ്മളുടെ ആവശ്യം രോഗസൗഖ്യമാണെന്ന് തോന്നും, നമ്മളുടെ ആവശ്യം വിദ്യാഭ്യാസമാണെന്ന് തോന്നും, നമ്മളുടെ ആവശ്യം നമ്മളുടെ മക്കളെ കെട്ടിച്ചയക്കുന്നതാണെന്ന് തോന്നും, ഡോക്ടറാകുക, എഞ്ചിനീയറാകുക, IAS കർത്താവ് എനിക്ക് ചെയ്തു തന്നു തോന്നും. അതാണ് കർത്താവിൻ്റെ. പല ആൾക്കാരുടെ അടുത്ത് ഈ സാക്ഷ്യം അങ്ങോട്ട് പ്രചരിക്കുമ്പോൾ അവർ കേൾക്കുന്നവരെല്ലാം വിചാരിക്കുന്നത് അത് ലോകപ്രകാരമുള്ള കാഴ്ചപ്പാടാണ്. 1 കൊരിന്ത്യർ 15 നേരത്തെ ഞാൻ പറയാൻ തുടങ്ങിയത്, ആ വചനത്തിൽ പറയുന്നത് എന്താ? നീ ലോകത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഈ ലോകത്തിന് വേണ്ടിയിട്ട് ക്രിസ്തുവിനെ അറിയാൻ ശ്രമിച്ചാൽ, നീ ഈ അർത്ഥമാണ് ഞാൻ പറയുന്നത്, ഈ ലോകത്തിലുള്ള സകല മനുഷ്യരെക്കാളും നീ അരിഷ്ടനാ. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നമ്മളുടെ ഹൃദയങ്ങളിൽ ആദ്യം ഇതൊന്ന് തറച്ച് കയറട്ടെ. കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിൽ ഈ വചനം ഏതൊരു വ്യക്തിയുടെ ഉള്ളങ്ങളിലാക്കപ്പെടുന്നോ, ഏതൊരു വ്യക്തിയുടെ ഉള്ളങ്ങളിലായിത്തീരുന്നോ, ആ വ്യക്തി രക്ഷയുടെ ആദ്യത്തെ പടക് ചവിട്ടുക ചെയ്യുന്നത്. ഈ ലോകത്തിലെ കാര്യങ്ങൾക്കല്ല. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണമുണ്ട്. ഒരു തെങ്ങിൻ തൈ വാങ്ങിച്ച് കുഴിച്ച് നിൽക്കുന്നത്, അതിന് വളമിടുന്നത്, അതിന് വെള്ളമൊഴിച്ചു കൊടുക്കുന്നത്, അതിനെ വളർത്തുന്നത്, അതിനെ സംരക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ചൂട്ടിന് വേണ്ടിയിട്ടല്ല, കൊതുമ്പിന് വേണ്ടിയിട്ടല്ല, ഓലയ്ക്ക് വേണ്ടിയിട്ടല്ല, എന്തിന് കരിക്കിന് വേണ്ടിയിട്ട് പോലുമല്ല, തേങ്ങ പറിക്കാനായിട്ടാണ്, തേങ്ങയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ തേങ്ങ വീട്ടിലെ ഉപയോഗത്തിന് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പറയുമ്പോൾ തേങ്ങയ്ക്ക് വേണ്ടിയിട്ട് വളർത്തുന്ന തെങ്ങിൽ നിന്നല്ലേ ഈ ഓലയും മടലും ചൂട്ടും കൊതുമ്പും കരിക്കും എല്ലാം കിട്ടുന്നത്? അതെ. പക്ഷെ അതിനായിട്ടാണോ? അല്ല. എന്തിനായിട്ടാണ് ക്രിസ്തീയ ജീവിതം?
എന്തിനായിട്ടാ ക്രിസ്തു? എന്തുവാ ക്രിസ്തുവിനെ പറ്റി മനസ്സിലാക്കിയിരിക്കുന്നത്? ഈ ലോക ജീവിതത്തിനായിട്ടല്ല, അല്ല, ഒരിക്കലും അല്ല. ഈ ലോക ജീവിതത്തിനായിട്ടല്ല. ഇത് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് വീണ്ടും ജനനത്തിനൊരാഗ്രഹം നമുക്ക് വരുന്നത്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ 20 വയസ്സുകാരൻ്റെ കാഴ്ചപ്പാടിൽ എല്ലാം കാണും. ആ കാഴ്ചപ്പാടിലല്ല, അത് കാട്ടത്തിയുടെ മേളിലായിരിക്കുന്നേ. നീ വേഗം ഇറങ്ങി വാ, ഈ ലോകപ്രകാരമുള്ള കാഴ്ചപ്പാടിൽ നിന്ന് നീ വേഗം ഇറങ്ങി വാ. അവിടെ തുടർന്നുള്ള വചനങ്ങളിൽ 8-ാം അധ്യായത്തിൽ പറയുന്നത്, സക്കായി വേഗം ഇറങ്ങി വന്നു. സക്കായിയോ അവിടെ നിന്ന് കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട് കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. നീ ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞില്ല, ഇന്നത് ചെയ്തില്ലെങ്കിൽ നീ ദൈവരാജ്യത്തിലാകത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല, നീ വീണ്ടും ജനിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അത്തിയുടെ മുകളിൽ വലിഞ്ഞു കയറിയിരുന്ന അറിവില്ലാത്ത, വിവരമില്ലാത്ത, ജ്ഞാനത്തിൽ കുറിയവനായിരുന്ന സക്കായി യേശുവിൻ്റെ ഒരു വാക്ക് കേട്ടോണ്ട് വേഗം ഇറങ്ങി. അവിടെ ഇരിക്കുന്നത് അപകടമാ. അവിടെ ഇരുന്നുകൊണ്ട് എന്നെ കാണാൻ ശ്രമിച്ചാൽ നിനക്ക് കാണാൻ ഒക്കത്തില്ല, നിനക്ക് അറിയാൻ ഒക്കത്തില്ല. നീ കാണുന്നതും അറിയുന്നതും വേറെ പല പല കാര്യങ്ങളായിരിക്കും. സക്കായി വേഗം ഇറങ്ങി വാ. സക്കായി അത് കേട്ട് ഓട്ടി ഇറങ്ങി വന്ന് ക്രിസ്തുവിൻ്റെ മുമ്പിൽ നിൽക്കുകയും സകലതും പഴയത് ഹൃദയത്തിൽ കിടക്കുന്ന സകലതും അവൻ്റെ ഉരുണ്ട് മാറി. ക്രിസ്തുവിൻ്റെ മുമ്പിൽ ഇതിന് നിലനിൽപ്പില്ല, ചതിവിനും വഞ്ചനയ്ക്കും ഒന്നിനും നിലനിൽപ്പില്ല. ഓടി മാഞ്ഞിട്ട് സക്കായി നേരെ അങ്ങോട്ട് പറയുക, ഞാൻ ചതിവിൽ വല്ലതും വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ഞാൻ അനർഹമായി വല്ലതും സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം എത്രയോ ഇരട്ടിയായിട്ടാണ് തിരിച്ചു കൊടുക്കാമെന്ന് പറയുന്നത്. വീണ്ടും ജനനം. അത്തിയിന്മേൽ നിന്ന് ലോകപ്രകാരം കണ്ട യേശുവിനെ കണ്ടോണ്ട് ആ യേശുവിൽ നിന്ന് തിരിച്ചിറങ്ങാം. ആ യേശുവിൽ അവിടെ നിന്നോണ്ട് യേശുവിനെ കാണാം. ധരിക്കല്ലേ, വിവരക്കേടാണേ. സഹോദരങ്ങളോട് പറയാ, വേഗം ഇറങ്ങി വാ. റോമൻസ് 12:2 ഇങ്ങനെ പറയുന്നു. എല്ലാവർക്കും സുപരിചിതമായ വാക്യമാ. ഈ ലോകത്തിന് അനുരൂപരാകാതെ മനസ്സു പുതുക്കി. അതാ വീണ്ടും ജനനം. ഈ ലോകത്തിന് അനുരൂപരാകാതെ, ലോകത്തിൽ കാണുന്നത് വിശ്വസിക്കരുത്. ലോകവും ലോകപ്രകാരവും ഉള്ളത് ദുഷ്ടന്റെ പിടിയിലാകുന്നു എന്നാണ് നമ്മുടെ യോഹന്നാൻ പറയുന്നത്. യോഹന്നാനിലൂടെ ദൈവം പറയുന്നത്. അതെല്ലാം പിശാചിൻ്റെയാ ചിന്താഗതികൾ, എല്ലാം പിശാചിൻ്റെയാ. സോ ടോട്ടൽ ചിന്താഗതികൾ നമ്മൾ മാറ്റി അവിടെ നിന്ന് വേഗത്തിൽ ഇറങ്ങി കർത്താവിൻ്റെ മുമ്പിലോട്ട് വരാൻ നമ്മൾ കൂട്ടാക്കിയാൽ മാത്രമേ ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് തുടങ്ങാൻ പറ്റത്തുള്ളൂ. അവിടെ ആ ക്രിസ്തീയ ജീവിതത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ആ ക്രിസ്തീയ ജീവിതം തുടങ്ങിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. പിന്നെ പോകുന്നത് എങ്ങനെയാ? പിന്നെ പോകുന്നത് പല ആൾക്കാരുടെയും വിചാരം ക്രിസ്തീയ ജീവിതം സുഖജീവിതമാണെന്നാ. ബൈബിളിൽ ഒന്ന് കാണിച്ചു തരാമോ? പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ ക്രിസ്തീയ ജീവിതം സുഖജീവിതമാണെന്ന് എവിടെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്നൊന്ന് കാണിച്ചു തരാമോ? നമ്മളെ പിശാചിൻ്റെ ശുശ്രൂഷകരും പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് എന്താ? നിനക്ക് സുഖം, പരമാനന്ദം. എനിക്കിതുവരെ അങ്ങനൊരു സുഖവും പരമാനന്ദവും എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ സാക്ഷ്യമല്ല വലുത്, ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നതാ വലുത്, കർത്താവിൻ്റെ വചനമാ വലുത്. പലരുടെയും ധാരണ ഇതാ, സുഖജീവിതം. മോന് ഡോക്ടറായി കഴിഞ്ഞു, എൻജിനീയറായി കഴിഞ്ഞു, ഇനി സുഖജീവിതമാ. നമുക്കും സുഖജീവിതമാ. കാര്യം നമ്മൾ
അവന് വലിയ പൊസിഷനിലാകുമ്പോൾ അവനോട് കൂടി നമ്മൾ അവൻ്റെ അപ്പനെന്നും പറഞ്ഞാൽ നടക്കാൻ പോകുന്നത്, കോളർ പൊക്കിക്കൊണ്ട്. എവിടെ? അതിന് മുമ്പേ വിവരം അറിയും. പഴമക്കാരൊരു പഴഞ്ചൊല്ല് പറയുമായിരുന്നു, മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കല്ലേ മോനെ. കൊതിച്ചവരെല്ലാം അടിപെട്ടിട്ടുമുണ്ട്. അവിടെ നിൽക്കട്ടെ, അതതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഒരു സുഖജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് മക്കളുടെ ഭാവി അല്ല, അങ്ങനൊരു സുഖജീവിതം അല്ല നമുക്ക് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇഞ്ചോടിഞ്ച് പിശാചിൽ നിന്നുള്ള വിടുതൽ പോരാട്ടം എന്ന് പറയുമ്പോൾ എന്തോന്നാ? പിശാച് നമ്മളുടെ ഹൃദയങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നത്. അതിനെ വിട്ടിട്ട് മാത്രമേ നമുക്കൊരു ജീവിതമുള്ളൂ, വീണ്ടും ജനനമുള്ളൂ. അതുകൊണ്ടാ പൂർവ്വപിതാവായ വിശ്വാസത്തിൻ്റെ എന്താ പറയുന്നത്, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ അടുത്ത് കർത്താവ് ആദ്യമേ പറഞ്ഞതെന്താ? നീ 12 ജനസിസ് 12:1, നീ നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും 3 നീ നിൽക്കുന്ന ദേശത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. അബ്രഹാം അവിടെ ഇറങ്ങി, അതുപോലെ ചെയ്തു. അതുകൊണ്ടാണ് അബ്രഹാം വിശ്വാസികളുടെ പിതാവായിട്ട് മാറിയത്. നമ്മളിൽ എത്ര പേര് തയ്യാറുണ്ട് സഹോദരങ്ങളെ? പഴയത് വിട്ട് പുതിയതിൽ, പഴയത് 2 ഇപ്പോൾ കക്ഷനാളിൽ ആരാണ്ട് പറയുന്നത് കേട്ടു, 2 കൈകൾ തന്നിരിക്കുന്നത് 2 തമാശയ്ക്ക് പറഞ്ഞത് അദ്ദേഹം, 2 കക്ഷം, ഒരു കക്ഷത്തിൽ ലോകവും മറുകക്ഷത്തിൽ കർത്താവ്. ഹാസ്യമല്ല, തമാശയല്ല, സൈഡ് ബിസിനസ് അല്ല ക്രിസ്തീയ ജീവിതം. അത് പവർഫുള്ളായിട്ടുള്ള ദൈവത്തിൻ്റെ കൂടെ നടന്ന് നമ്മളിൽ വെളിപ്പെടേണ്ടതാണ് ആ ദൈവരാജ്യം, ആ ക്രിസ്തീയത എന്ന് പറയുന്നത്. അതിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അവിടെ ജയജീവിതമാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്, സുഖജീവിതമല്ല. ഈ ലോകത്തിൽ ജീവിക്കാനും നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവത്തിനറിയാം, അതൊക്കെ ദൈവം തരും. പക്ഷെ നീ അവൻ്റെ കൂടെ നടക്കണം. നിൻ്റെ കാഴ്ചപ്പാട് അതായിരിക്കരുത്. നിൻ്റെ കാഴ്ചപ്പാട് എപ്പോഴും കർത്താവിൻ്റെ മുഖത്ത് നോക്കി. സ്വർഗരാജ്യം, യേശു വന്ന് നമ്മളെ വിളിച്ചുകൊണ്ട് പിതാവിൻ്റെ അടുത്ത് പോകണമെങ്കിൽ ആ സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ചാൽ മാത്രമേ നമുക്ക് നടക്കത്തുള്ളൂ. പഴയ ഒരു സിനിമാ പാട്ട് പോലാണ് ഇന്ന് പല ആൾക്കാരുടെയും ജീവിതം. അത് കഴിഞ്ഞ ദിവസം ആരോ ഒരാൾ പറയുന്നത്, എനിക്ക് തോന്നുന്നത് അത് വളരെ സത്യമാണ്. വളരെ അതിന് മുമ്പേ അറിയാം, പിന്നെ പാട്ട് അതിന് ഉപോത്ബലകമായിട്ട് വന്നു എന്നുള്ളതേ ഉള്ളൂ. പാട്ട് എങ്ങനെയാണെന്നറിയാമോ? പാട്ട് എങ്ങനെയോ ആയിക്കോട്ടെ, പാട്ടിങ്ങനെയാണ്. പാട്ട് ശരിയായിട്ടുള്ള പാട്ട്, ഇക്കരയാണെൻ്റെ താമസം, അക്കരയാണെൻ്റെ മാനസം. അതെന്തോന്നാ അത് പാട്ട്? ഇക്കരയാണ് എൻ്റെ താമസം, അക്കരയാണ് എൻ്റെ മാനസം. സിനിമാ പാട്ട്, അതിനകത്ത് കഥയൊന്നുമില്ല. പക്ഷെ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ താമസിക്കുന്നു, നീ എൻ്റെ പ്രിയതമ അപ്പുറത്ത് താമസിക്കുന്നു. അതുകൊണ്ട് എപ്പോഴും ഞാനിവിടെ അങ്ങ് താമസിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എപ്പോഴും എൻ്റെ മാനസം അവിടെയാണ്. ശരിക്കും ആത്മീയതയെ കോർത്തിണക്കി ചിന്തിക്കുകയാണെങ്കിൽ ഇതാണ് വരേണ്ടത്. ഇക്കരയാണ് നമ്മുടെ താമസം. ഭൂമിയിൽ ജീവിക്കാനായിട്ട് നമ്മളെ വിട്ടിരിക്കുന്നു, ദൈവം വെച്ചിരിക്കുന്നു. ഇക്കരയാണ് എൻ്റെ താമസം. പക്ഷേ എൻ്റെ മാനസമുണ്ടല്ലോ, എൻ്റെ മനസ്സുണ്ടല്ലോ, എൻ്റെ കാഴ്ചപ്പാടുണ്ടല്ലോ, എൻ്റെ ആഗ്രഹമുണ്ടല്ലോ, എപ്പോഴും അക്കരയാ. സ്വർഗീയമായ എൻ്റെ കാഴ്ചപ്പാടെന്നാണ് പറഞ്ഞേ. അതുകൊണ്ട് ആ കൊലോസ്യ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ ക്രിസ്തു അവനോടുകൂടി മരിച്ച് ഉയർത്തെഴുന്നേൽക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അത് പ്രധാനമാത്. ഇനി ഭൂമിയിലുള്ളത് ചിന്തിക്കരുത്, സ്വർഗത്തിലുള്ളത്. ക്രിസ്തു ഇരിക്കുന്ന ഇടം, ദൈവത്തിൻ്റെ വലതുഭാഗം, അവിടം സ്വർഗത്തിലുള്ളത് നിങ്ങൾ ചിന്തിക്കുക. പക്ഷേ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി മരിച്ചുയർത്തെങ്കിലേ ഇത് പറ്റത്തുള്ളൂ. ഭൂമിക്ക് മരിച്ചെങ്കിലേ ഇത് പറ്റത്തുള്ളൂ. അല്ലാതെ ഈ പണി നടക്കത്തില്ല. 2 കക്ഷത്തിൽ ലോകവും ദൈവവുമായിട്ട് നടക്കുന്നവരെ, ഇന്ന് ഈ പറഞ്ഞ പാട്ട് നിങ്ങൾക്ക് എങ്ങനെ ബാധകമായിരിക്കുന്നു? എന്നോട് ചോദിച്ചാൽ പറയും, ഞാൻ ക്രിസ്തുവിലാണ്, ഞാൻ സ്വർഗരാജ്യത്താണ് ജീവിക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ വചനം വായിക്കുന്നുണ്ട്,
ഞാൻ അങ്ങനെ പല പല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ നടത്തുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് വഴി ഞാനങ്ങ് സ്വർഗത്തിലായിരിക്കുന്നേ. ഇതാണ് പറയുന്നത്. പക്ഷെ നിൻ്റെ മനസ്സെവിടാ? നിൻ്റെ മനസ്സ് നിൻ്റെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസത്തിലല്ലേ? നിൻ്റെ കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാൻ നീ തയ്യാറാവുന്നുണ്ടോ? നിനക്ക് തന്നെ വളർത്തണം. നീ പറയുന്നതാ ശരി, അല്ലാത്ത എല്ലാം തെറ്റാ. വിദ്യാഭ്യാസം, ചാർച്ചക്കാർ വലിയ നിലയിലായി, അതിൻ്റെ മുകളിലത്തെ നിലയിൽ നിൻ്റെ മകനെ മകളെ പഠിപ്പിക്കണമെന്നല്ലേ, കല്യാണം നടത്തണമെന്നല്ലേ? നീ ആലോചിച്ച് നോക്ക്, ഹൃദയത്തിനകത്ത് ആലോചിച്ച് നോക്ക്. നീ പറയുന്നത് നീ അക്കരെയാണെന്നാ, നിൻ്റെ മാനസം ഇക്കരെ കിടക്കുന്നു. അനേക ക്രിസ്ത്യാനികൾക്ക് പറ്റുന്ന, അനേക ക്രിസ്ത്യാനികളും യഥാർത്ഥ ക്രിസ്ത്യാനികളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തവരാക്കി തീർക്കുന്ന ഒരു കാര്യമായത്. മനസ്സിപ്പുറത്താണ്, ജീവിതവും മനസ്സും ബാക്കി കാര്യങ്ങളൊക്കെ. പിന്നെ ആരാധിക്കാൻ ഒരു ദൈവം, അത് പിന്നെ ആരാധിക്കാൻ, ചോദിക്കാൻ, പറയാൻ ആരെങ്കിലും ഒരാൾ വേണ്ടേ? ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചോദിക്കുന്നു. നിനക്ക് ആവശ്യമുള്ള കാര്യം എന്താണെന്ന് നിനക്കെങ്ങനെ അറിയാം? അല്ല, അതിപ്പം അവിടുത്തെ ഇഷ്ടം ഭൂമിയിലും എന്നിലും ആകണമേ, എൻ്റെ ഇഷ്ടമല്ല ആകേണ്ടതെന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ക്രിസ്തു, അങ്ങനെ പ്രാർത്ഥിക്കുന്നവരായിട്ടുള്ള മനുഷ്യർ എന്തൊരു വഞ്ചനാത്മകമായ നിലപാടാണ് സ്വീകരിക്കുന്നേ. അവിടുത്തെ ഇഷ്ടം ഭൂമിയിലാകണേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജീവിതം അവൻ്റെ മുമ്പിൽ സമർപ്പിച്ച് കൊടുക്കുകയാണോ ചെയ്യുന്നത്? അതോ എൻ്റെ ഇഷ്ടം നീ നടത്തി തരണേന്ന് പ്രാർത്ഥിക്കുകയാണോ ചെയ്യുന്നത്? യേശുവിൻ്റെ കാലത്ത് ശാരീരിക സൗഖ്യം പ്രാപിച്ചിട്ടുള്ളവരെല്ലാം അവർക്ക് ആവശ്യമായിരുന്നു. പക്ഷെ നിൻ്റെ ഇഷ്ടം എന്നിലേക്ക് വരണേന്ന് കർത്താവിൻ്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞവർ എത്ര പേരുണ്ട്? ഒരുത്തരുമില്ല. കർത്താവ് വന്നു പോയതിന് ശേഷമാണ് പരിശുദ്ധാത്മാവ് വന്നത്, പരിശുദ്ധാത്മാവ് ബോധ്യങ്ങൾ കൊടുത്തു തുടങ്ങിയത്. അതുകൊണ്ട് ഇന്നുള്ള മനുഷ്യർ പ്രാർത്ഥിക്കണം, നിന്റെ ഹിതം എന്നിലും വരണമേ, അല്ലാതെ എൻ്റെ ഹിതം നീ നടത്തി തരണമേ അല്ല. അങ്ങനെയല്ല. അങ്ങനെ വിട്ടുകൊടുക്കുന്നവരാണ് യഥാർത്ഥ ദൈവമക്കൾ. നിങ്ങൾ ചോദിച്ചുകൂടാന്നൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചോദിച്ചോ, പക്ഷെ അത് കിട്ടിയില്ലെങ്കിൽ കിടന്ന് മസിൽ പിടിക്കരുത്. ഇതെന്തൊരു ദൈവമാണെന്ന് ചോദിക്കരുത്. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന നമ്മളുടെ പിതാവായ ദൈവം, അവൻ പുത്രനെ കുരിശിൽ നമുക്ക് വേണ്ടി ഏൽപ്പിച്ച് തന്നെങ്കിൽ അവനോടുകൂടി മറ്റെല്ലാം നൽകാതിരിക്കുമോ? എന്തോന്നാ മറ്റെല്ലാം? കാറ്, 5 നില വീട് അല്ല, തെറ്റിദ്ധരിക്കരുത്. ഇതൊക്കെ ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിലേ നമുക്കിവിടെ ആവശ്യമുള്ളൂ. സഹോദരങ്ങളെ, ഈ ചിന്തകൾക്ക് ജയിക്കുന്നവരായിരിക്കണം നമ്മൾ. സുഖജീവിതത്തിനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഞാൻ നിർത്തുകയാണ്, ഇതും കൂടി പറഞ്ഞിട്ട് നിർത്തുകയാണ്. സുഖജീവിതത്തിനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഈ ബോധ്യം വേണം. നമ്മളെ വിളിച്ചിരിക്കുന്നത് ജയജീവിതത്തിനാണ്. ജയജീവിതമെന്ന് പറയുമ്പോൾ ഒരു പ്രതിയോഗി വേണം. ആ പ്രതിയോഗിയാണ് ലോകം, പിശാച്, ജഡം, ഈ 3 സംഗതികൾ പറയുന്നത്. പിശാചിൽ നിന്ന് കർത്താവ് നമ്മളെ വിടുവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിടുവിച്ച് സ്വതന്ത്രരാക്കി. ഒരു തവളയെ വിഴുങ്ങുന്ന പാമ്പിനെ ആലോചിച്ച് നോക്കുക. പകുതി മുക്കാലും തവള അകത്തായി. അവിടെ വന്ന് ഒരുവൻ ഇത് കണ്ടുകൊണ്ട് ഓടി വന്നിട്ട് ഈ പാമ്പിൻ്റെ നടുമുറിക്ക് തലയ്ക്ക് ഒരൊറ്റ അടി അടിക്കുക. അവിടെ വെച്ച് പാമ്പിൻ്റെ വായിൽ നിന്ന് തവള സ്വതന്ത്രയാവുന്നു, അല്ലെങ്കിൽ സ്വതന്ത്രനാവുന്നു. ഈ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ തവള ചത്തുപോകും. ഇതാണ് യേശു തന്ന വിടുതൽ, പിശാചിൽ നിന്ന് വിടുവിച്ചു എന്ന് പറയുന്നത്. അവിടെ പാമ്പ് ചത്തിട്ടില്ല, പാമ്പിന് പിന്നെയും, പക്ഷെ പാമ്പിൻ്റെ അധികാര പരിധിയിൽ നിന്ന് തവള വിടുവിക്കപ്പെട്ടു. ഇതാണ് നമുക്ക് കിട്ടിയ രക്ഷ. കർത്താവ് എഗൈൻ സ്വാതന്ത്ര്യം തന്നിരിക്കുക. വീണ്ടും പാമ്പും കൂടെ ഉള്ളിടത്തോട്ട് വേണമെങ്കിൽ ഈ തവളയ്ക്ക് പോവാം, അല്ലെങ്കിൽ തവളയ്ക്ക് രക്ഷിച്ചവനെ നോക്കാം, അവൻ്റെ പുറകെ പോകാം. എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്? അനേകം വിഷപ്പാമ്പുകൾ നിറഞ്ഞ ഈ ലോകത്തിൽ തന്നല്ലേ വീണ്ടും കിടന്നുരുളുന്നത്? ഇതിനാണോ ദൈവം വിടുവിച്ചത്?
ഈ പാമ്പുകൾ വീണ്ടും നിന്റെ പുറകെ വരികയാണെങ്കിൽ അവിടെ ഈ പാമ്പുകളിൽ നിന്നും നിനക്ക് ഒരു ജയജീവിതമുണ്ട്. കർത്താവിനെ വിളിച്ചാൽ മതി, നിന്റെ മനസ്സ് പുതുക്കപ്പെട്ടാൽ മതി. ഇല്ല, ഞാൻ ഇനി ഇല്ല, അങ്ങോട്ടില്ല, ഇല്ല ഇല്ല ഇല്ല, ഞാൻ വരത്തില്ല. ഇതാണ് യുദ്ധം. ഈ യുദ്ധം നിരന്തരം ഒരു ക്രിസ്ത്യാനിക്കുണ്ട്. അവൻ്റെ ഹൃദയത്തിനകത്ത് ജയിക്കണം 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 എന്നുള്ള ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ഇനി വെളിപ്പാട് പുസ്തകം നോക്കിക്കോ. യേശു പറഞ്ഞു, ഞാനിതാ വേഗം വരുന്നു, ജയിക്കുന്നവന് എൻ്റെ കയ്യിൽ പ്രതിഫലമുണ്ട്. ജയിക്കുന്നവന്, ജയാളിക്ക് ഞാൻ ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാൻ കൊടുക്കും. അവനെ ഞാൻ ദൈവത്തിൻ്റെ ആലയത്തിൽ തൂണാക്കി മാറ്റും. ദൈവത്തിൻ്റെ ആലയത്തെ താങ്ങി നിർത്തുന്ന വ്യക്തിയാക്കി മാറ്റും. ജയിക്കുന്നവൻ ജയിക്കുന്നവൻ ജയിക്കുന്നവൻ. അറിയാമോ ഇതുവല്ലോ? ഇതാണ് ക്രിസ്തീയ ജീവിതം എന്ന് അറിയാമോ? സഹോദരങ്ങളെ, നമ്മളുടെയൊക്കെ മനസ്സ് മാറട്ടെ, മനസ്സ് മാറട്ടെ, കാഴ്ചപ്പാട് മാറട്ടെ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ കേട്ട മെസ്സേജ് നിങ്ങൾ വെറുതെ കേട്ടിട്ട് TV ഓഫ് ചെയ്തിട്ട് പോകരുത്. ഈ മെസ്സേജ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ. അവിടെ ഇട്ടിട്ട് അത് വീണ്ടും വീണ്ടും, ഒരു പശു തീറ്റ തിന്നാൽ പെട്ടെന്ന് അത് തിന്നും. കണ്ടിട്ടുണ്ടോ? പശുവിനെ വളർത്തിയിട്ടുണ്ടോ? തീറ്റ തിന്നും. അത് അങ്ങ് പെട്ടെന്ന് 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 അത് തീറ്റി തിന്നു നിന്ന് അതിൻ്റെ വയറ് നിറയ്ക്കും. അത് കഴിഞ്ഞിട്ട് അതിനെ തിന്നുന്ന സ്ഥലത്ത് നിന്ന് പിടിച്ച് കെട്ടി തൊഴുത്തിൽ കെട്ടിക്കഴിഞ്ഞാൽ, അവിടെ കെട്ടിക്കഴിയുമ്പോൾ കാണാം പശു എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പശു അയവെട്ടും. കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. ഈ അകത്ത് കിടക്കുന്നതിനെ പുറത്തോട്ട്, തൊണ്ടയ്ക്കൂടെ പുറത്തോട്ടെടുത്ത് കുറച്ച് കുറച്ചായിട്ട് ചവച്ച് 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 ദഹിക്കുന്ന പരുവത്തിന് അകത്തോട്ട്, വീണ്ടും ബാക്കി എടുത്തിട്ട് ചവച്ച് 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 ദഹിച്ച് അകത്തോട്ട്. അങ്ങനെ ദഹിച്ചാലേ ഇതിന് പ്രയോജനമുള്ളൂ, ഇതിൻ്റെ ശരീരത്തിൽ ഇത് പിടിക്കത്തുള്ളൂ. അതുകൊണ്ട് വെറുതെ ഇരിക്കരുത്, അജീർണം വരും, വെറുതെ പോകും. ഇതൊക്കെ അയവെട്ടണം, അയവെട്ടണം. കർത്താവ് നിങ്ങളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ, അടുത്ത മീറ്റിങ്ങിൽ നമ്മൾ കാണുമ്പോൾ ഈ കേട്ടവരെല്ലാവരും ഒരു പുതിയ വ്യക്തികളായിട്ട് രൂപാന്തരപ്പെടട്ടെ. പുതിയ വ്യക്തികൾ, ക്രിസ്തു, ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തു രാജ്യം, ക്രിസ്ത്യാനി. ആ നിലയിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ മെസ്സേജ് തൽക്കാലം അവസാനിപ്പിക്കാം. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ഇത് ഹൃദയത്തിൽ തന്നുകൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.